മേജർ രവി പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. നീ ഹിന്ദു ആണോ അല്ലെങ്കിൽ നീ ഹിന്ദു ആണോ എന്നുള്ളതാണ് ചോദ്യം. അവൻ മുസ്ലിം ആണെന്ന് പോലും ചോദിച്ചിട്ടില്ല. അപ്പം ഇവിടെ എന്താണ്, ഒരു പെർട്ടിക്കുലർ അജണ്ടയുണ്ട്. ഈ ഒരു ഇഷ്യൂ കാരണം ഹിന്ദു ആണോ എന്നും ചോദിച്ചിട്ട് കൊന്നു കഴിഞ്ഞാൽ വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ആരാണ്, മുസ്ലിം ആണെന്നുള്ളതാണ് നമ്മൾ അനുമാനത്തിലെത്തുക. അന്ന് അങ്ങനെയാണല്ലോ രാഷ്ട്രീയപരമായിട്ട് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹിന്ദു മുസ്ലിം തമ്മിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിൽ എത്ര ഹിന്ദു മുസ്ലിം റൈറ്റുകൾ നടന്നിട്ടുണ്ട്? ഒന്നും നടന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുമ്പം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ എന്നെപ്പോലുള്ളവർ അല്ലെങ്കിൽ മോഹൻലാലിനെ പോലുള്ള അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാം അറ്റാക്ക് ചെയ്യുന്നവർ ആരാണത്? രാജ്യസേന എന്നുള്ള തൊട്ടുപിടിക്കാനില്ലാത്തവരും അതുപോലെ തന്നെ പിന്നെ അവർക്ക് എന്തെങ്കിലും പറയാം, ഒരു സ്പെല്ലിങ് പോലും കറക്റ്റ് എഴുതാൻ പറ്റാത്ത അങ്ങനെയുള്ള വിവരദോഷികളായിട്ടുള്ള കുറച്ചെണ്ണം ഇരുന്നുകൊണ്ട് ഈ സമൂഹത്തിനകത്ത് ഇതുപോലുള്ള കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരും കൂടെ കുറച്ചൊരു നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഭീകരവാദത്തെ വളരെ ശക്തമായിട്ട് എതിർക്കണം. ശക്തമായി തന്നെ ഇന്ത്യൻ മണ്ണിൽ നിന്ന്, കാശ്മീരിൻ്റെ മണ്ണിൽ നിന്ന് ഭീകരവാദം എന്ന ഫുള്ളായി തുടച്ചു നീക്കണം. ഭീകരവാദം നടത്താൻ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും എന്തിൻ്റെ പേരിൽ വേണമെങ്കിലും ഭീകരവാദം നടത്താം. അപ്പം അങ്ങനെയുള്ള ആളുകളെ തുടച്ചു നീക്കാനും അങ്ങനെയുള്ള ആളുകളെ ഒറ്റപ്പെടുത്താനും ഇതുപോലെ ഹിന്ദു, മുസ്ലിം എന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വേർതിരിവുണ്ടാക്കി അതിൽ നേട്ടം കൊയ്യാനായിട്ട് നിൽക്കുന്ന, അതിൽ രാഷ്ട്രീയ ലാഭം കൊയ്യാനായിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ അവരെയും ഒറ്റപ്പെടുത്തണം, നമ്മൾ അവരെ തിരിച്ചറിയണം. ക്ലബ് ഹൗസ് തുറന്നു എന്ന് വെച്ചാൽ ഹിന്ദു, മുസ്ലിം എന്ന് പറഞ്ഞിട്ട് ക്ലബ് ഹൗസിനുള്ളിൽ ചർച്ചകൾ നടക്കുന്നു, വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ നടക്കുന്നു. ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റയിലും വർഗീയ വിദ്വേഷം തുപ്പുന്ന കുറേ ആളുകൾ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമിന് നേരെയും ഒക്കെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുന്നു. ശക്തമായ മുസ്ലിമായിട്ടുള്ള ആളുകളെയൊന്നും ഇന്ത്യയിൽ നിർത്താൻ പറ്റത്തില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായ രീതിയിലൊരു വർഗീയ വേർതിരിവ് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇത് തന്നെ ആയിരുന്നു അവരുടെ ഉദ്ദേശവും. ഇന്ത്യയിൽ വേറെ ഒരു കാര്യം കൊണ്ടും ഇന്ത്യ തൊടാനോ അല്ലെങ്കിൽ ഇന്ത്യയായിട്ട് നേരിട്ടൊന്നും മുട്ടി നിൽക്കാനോ പാകിസ്ഥാന് സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ ഇതേപോലൊരു വർഗീയ ലഹളയോ അല്ലെങ്കിൽ കമ്മ്യൂണൽ വാർ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അതിലേറ്റവും കൂടുതൽ നേട്ടം കൊയ്യുന്നതും അതിൻ്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്നതും പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ്റെ ലക്ഷ്യം അത് തന്നെയാണ്. മേജർ രവി പറഞ്ഞ കാര്യം 100% ശരിയാണ്. ഇന്നലെ വരെ നമ്മുടെ തോളിൽ കൈയിട്ട് നടന്ന നമ്മുടെ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളെ ഇന്ന് എല്ലാവരും കൂടി ചേർന്ന് അറ്റാക്ക് ചെയ്യുക, തള്ളിപ്പറയുക എന്ന് പറയുന്ന സമയത്ത് ശരിക്കും നമ്മൾ അവരെ ചേർത്ത് പിടിക്കണം. കാരണം അവിടെ അക്രമം നടക്കുന്ന സമയത്ത് അവിടുന്ന് അതായത് അവിടുത്തെ ടൂറിസ്റ്റുകളെ രക്ഷിച്ച് കൊണ്ടുപോകാനായിട്ട് അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് നമ്മൾ മറക്കാൻ പാടില്ല. യൂട്യൂബിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ഇടുന്ന ആൾക്കാരൊന്നും ഇതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. ഇതൊന്നും അവർ മനഃപൂർവ്വം ഇതൊന്നും പറയാതിരിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഇവരൊക്കെ രാജ്യസ്നേഹികളാണെന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ലക്ഷ്യവും നമ്മൾക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ സമയത്ത് അതായത് ഇന്ത്യയുടെ ഒപ്പം കൂടെ നിൽക്കേണ്ട നമ്മൾ ഈ ഒരു ടൈമിൽ ഹിന്ദു, മുസ്ലിം എന്ന് പറഞ്ഞ് തമ്മിലടിക്കുന്ന ഒരു സിറ്റുവേഷൻ എല്ലാവരും ഞാൻ പറയുന്നില്ല, എന്നാലും വളരെ കുറഞ്ഞ ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞ് തമ്മിലടിച്ച് അല്ലെങ്കിൽ തമ്മിലടിപ്പിക്കാനായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ അവരെ ശ്രദ്ധിക്കണം, നമ്മളവരെ തിരിച്ചറിയണം. ഇന്ത്യൻ മുസ്ലിംസിന് നേരെ, രാജ്യസ്നേഹികളായ ഇന്ത്യൻ മുസ്ലിംസിന് നേരെ നിങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നിങ്ങളിപ്പോൾ അവരെ തെറി വിളിക്കുന്നു, അവരെ സോഷ്യൽ മീഡിയയിൽ ആക്ഷേപിക്കുന്നു, അവരെ ചെയ്യുന്നത് ശരിക്കും ഇത് തന്നെ ആയിരുന്നു പാകിസ്ഥാൻ്റെ അജണ്ട. നമ്മൾ തമ്മിലടിച്ച് തീരണം എന്നുള്ളതാണ് അവരുടെ അജണ്ട. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പാകിസ്ഥാൻ്റെ കയ്യിലെ ചട്ടകമാവാൻ പാടില്ല നമ്മളാരും. നമ്മൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒപ്പം നിൽക്കണം. വരും ദിവസങ്ങളിൽ ഇന്ത്യ ശക്തമായ രീതിയിൽ തന്നെ അതിന് മറുപടി കൊടുക്കും. നമുക്കപ്പോൾ കാത്തിരിക്കാം എന്താണ് ഇനി സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ജയ് ഹിന്ദ്.